ദുരന്തർ എന്ന ഒരു സിനിമ ഞാൻ കാണാൻ പോവുകയുണ്ടായി. 2 ആഴ്ച മുമ്പാണ് പോയത്. ഞാനും അക്ഷയ് സാറും അതിൻ്റെ പാട്ടുകളും ട്രെയിലറും കേട്ട് അത്രയ്ക്ക് ഇഷ്ടത്തോടെ ഇരുന്നിട്ട് കാണാൻ പോയതിന് ഒരുത്തൻ്റെ റിവ്യൂ ഒന്നും കേട്ടില്ല. പക്ഷേ റിവ്യൂ ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണെന്ന് മനസ്സിലായി. പക്ഷേ കൊല്ലം ജില്ലയിൽ നമ്മുടെ രേവതിയിലൊന്നും സിനിമ ഇട്ടില്ല. കൊല്ലം ജില്ലയിലേ സിനിമ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പോയില്ല. അങ്ങനെ ഞാൻ ലുലു മോളിൽ വെച്ച് പിടിച്ചു. ഞാനും അക്ഷയും കൂടി രാത്രി ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ബ്ലോക്കും എല്ലാം കൂടി ചേർത്തിട്ടാണ് അങ്ങോട്ട് മാത്രം ട്രാവൽ ചെയ്ത് ലുലു മാളിൽ പോയി. അത്യാവശ്യം നല്ല പൈസയായിരുന്നു ടിക്കറ്റിന്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചൊന്ന്, കാരണം സിനിമയെക്കാട്ടും കൂടുതലും യാത്ര ഉണ്ടായിരുന്നു. അല്ല, സിനിമയും യാത്ര ഒരേ കണക്ക് നിൽക്കും. എന്നാലും 6-6.5 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. 3-3.5 മണിക്കൂറത്തെ സിനിമയായിരുന്നു. എനിക്കറിയത്തില്ല, ഈ സിനിമ എനിക്ക് നല്ലൊരു ദുരന്തമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ മനസ്സിലായി, ഹിന്ദി അറിയത്തില്ല എങ്കിലും ഇപ്പോൾ ആനിമൽ, എനിക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എൻ്റെ പോയിന്റിലാണ് കേട്ടോ പറഞ്ഞത്. സിനിമ ദുരന്തമായെന്നല്ല പറഞ്ഞത്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ദുരന്തമായിട്ട് തോന്നി. ആ 3.5 മണിക്കൂർ എങ്ങനെ ഇരുന്ന് കണ്ടത് എനിക്ക് പോലും അറിയത്തില്ല. ആ ട്രailer-ഉം ആ പാട്ടും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത്. കാരണം ആ ട്രailer-ൽ കാണുന്ന ഫൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സാധനം അതിൻ്റെ അകത്തില്ല. ചുമ്മാ വലിച്ചു നീട്ടി ലാഗടിപ്പിച്ചില്ല. അതൊക്കെ കഥ കൊള്ളാം, സാധനങ്ങൾ കൊള്ളാം, എല്ലാം കൊള്ളാം. ആദ്യത്തെ ആ ഒരു ഹൈപ്പ് കണ്ടപ്പോൾ, ആ ഒരു കഥയുടെ സ്ട്രക്ചർ കണ്ടപ്പോൾ ഞാൻ വെച്ച് വേറെ ലെവലിലായിരിക്കും പോയി എൻഡ് ചെയ്യുന്നത്. ഇതെന്തോ കഥ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണോ എന്ത് തേങ്ങയ്ക്കാണെന്ന് അറിയത്തില്ല. പിന്നെ നടി കൊള്ളായിരുന്നു കേട്ടോ. നടി അവൻ്റെ ഏജ് നോക്കിയൊന്നുമില്ല. കാരണം ആ ഒരു രീതിയിലോട്ട്, അങ്ങനെയുള്ള ആൾക്കാരിലോട്ടും, പാകിസ്ഥാനൊക്കെ അല്ലേ, അവിടെ ഏജ് വ്യത്യാസമൊന്നും വലിയ രീതിക്ക് ഇന്നുമില്ല അന്നുമില്ല. അപ്പോൾ അതിനൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സിനിമയിലും ഇല്ല, റിയാലിറ്റിയിലും ഇല്ല. പിന്നെ നമ്മൾ ജെന്യുവിന് അല്ലാതെ നോക്കുവാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു അഭിനയമാണല്ലോ. അത് ഈ 30 വയസ്സുകാർക്ക് 60 വയസ്സുകാരിയായിട്ട് ജീവിക്കുക, അതേ കണക്കിന് 60 വയസ്സുള്ള ഒരാൾക്ക് 20 വയസ്സുകാരനായിട്ട് ജീവിക്കുക, അഭിനയിക്കാം. കാരണം അതിനെയാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അങ്ങനെ ആ സിനിമ പോയി കണ്ടു. എന്തിനൊക്കെയോ എല്ലാവരും ഇരുന്ന് ബാക്കിലിരുന്ന് ചിരിച്ചു. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെ ഇന്ത്യയിൽ ജനിച്ചിട്ട് ഹിന്ദി അറിയത്തില്ല എന്ന് പറയുന്നില്ല, മനസ്സിലാവും. പ്രോപ്പറായ രീതിയിൽ മനസ്സിലാവത്തില്ലെന്നേ ഉള്ളൂ. തമിഴൊന്നും മനസ്സിലാവുന്നതിനൊക്കെ എനിക്ക് ഹിന്ദി മനസ്സിലാവില്ല, പക്ഷേ മനസ്സിലായി. പക്ഷേ ആനിമൽ കണക്കുള്ള പടമൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. പക്ഷേ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്ക് അത് കണക്റ്റ് ആയില്ല. പിന്നെ എന്തോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് കാര്യങ്ങളാണ് ആ ട്രailer കാണിച്ച സാധനമൊന്നുമില്ല. അതായത് ട്രailer ആ രീതിയിൽ കാണിക്കണമായിരുന്നു. ഓക്കെ, കാണാൻ പോകുന്നൊരു ഓൾമോസ്റ്റ് ഞാനിപ്പോൾ 2 ആഴ്ചയായി സിനിമ കണ്ടിട്ട്. വേറൊരു യാത്രയിലും കാര്യങ്ങളിലും ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇടാഞ്ഞത്. ഓക്കെ, ശരി.